ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നെയ്യാർ ഡാം ഇറിഗേഷൻ ഗേറ്റിന് മുന്നിൽ ധർണ. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നെയ്യാർ ഡാം ഇറിഗേഷൻ ഗേറ്റിന് മുന്നിൽ ധർണ നടത്തി. നെയ്യാർ ഡാം ഇറിഗേഷൻ ഗാർഡൻ പരിപാലനത്തിന് വേണ്ടി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് പുറത്തുള്ളവരെ നിയമിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയും അതിനെ തുടർന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച നടത്തി പഞ്ചായത്തിനുള്ളിലുള്ള ആൾക്കാരെ നിയമിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഈ ഉറപ്പ് ലംഘിച്ച് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം മറ്റ് 5 സ്റ്റാഫുകളെ അനധികൃതമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ഭരണസമിതിയും മറ്റ് രാഷ്ട്രീയ കക്ഷികളും ഇന്ന് രാവിലെ മുതൽ നെയ്യാർ ഇറിഗേഷൻ ഗേറ്റിന് മുന്നിൽ ധർണ നടത്തുന്നത്. കഴിഞ്ഞ 3 മാസക്കാലമായി നമ്മുടെ നെയ്യാർ ഡാം ഇറിഗേഷനിൽ അനധികൃത നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകളും സംയുക്തമായിട്ടാണ് ഈ അനധികൃത നിയമനത്തിനെതിരെ ഇവിടെ സമരം നടത്തിയത്. തദ്ദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ നിയമനം നടത്തേണ്ടത് എന്നതായിരുന്നു ഈ സമരസമിതിക്കാരുടെ ആവശ്യം. ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനം 50-50 എന്ന അനുപാതത്തിൽ ഇവിടെ നിയമനം നടത്തും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും എഇയുടെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം നമ്മുടെ ഈ സർവകക്ഷി യോഗത്തിൽ ഉറപ്പ് എഴുതി നൽകിപ്പോയത്. അതുവരെ ഈ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും സ്ഥിരപ്പെടുത്തുകയില്ല, ആരെയും നിയമിക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ മേലാണ് അന്ന് സമരം മതിയാക്കി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ മെമ്പർമാരും ഒക്കെ പിരിഞ്ഞു പോയത്. പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് അതിനെല്ലാം വിപരീതമായി ഈ സർവകക്ഷി യോഗത്തെ പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖന്മാരെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണ സംവിധാനത്തെയും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗത്ത് നിന്ന് അവരെ ഒരു പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വീണ്ടും 5 പേരെ നിയമനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഇന്ന് സമരം നടക്കുന്നത്. നമുക്ക് തന്ന വാക്ക് പൂർവാധികം പാലിക്കുവാനോ ആ വാക്കിൽ ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് ഈ നിയമനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ അകത്ത് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകളും ജനപ്രതിനിധികളുമാണ് ഇന്നിവിടെ സമരം നടത്തുന്നത്. നമ്മളോട് അതുപോലെ ഈ സർവകക്ഷി യോഗത്തോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ഈ സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 7/4/2024 നടന്ന സർവകക്ഷി യോഗ പ്രകാരം 8:2 എന്ന ആനുപാതികം എന്ന ഒരു വെച്ചുകൊണ്ട് തൊഴിലാളികളെ എടുക്കുന്നതിനൊരു തീരുമാനം പഴയ ആൾക്കാരെ ലിസ്റ്റിനെ മരവിപ്പിച്ചുകൊണ്ട് എടുക്കുമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ഇന്നലകളിൽ ഒരു 5ഓളം പേരെ പഞ്ചായത്തിന് പുറത്തുള്ള 5ഓളം പേരെ ഇവിടെ ജോലിക്ക് കയറ്റുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികൾ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ തന്നെ മുൻഗണന കൊടുക്കണമെന്നുള്ള ആവശ്യത്തോടു കൂടി ഇന്ന് ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. ഈ നെയ്യാർ ഡാം പരിസരവാസികളെ ഈ ജോലിക്ക് കൂടുതലായി എടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ ഇവിടെ ജോലിക്ക് കയറ്റുകയുള്ളൂ എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതോടൊപ്പം നമ്മുടെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുമൊക്കെ ഇന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ടത്.